സ്ത്രീ സുരക്ഷാ പദ്ധതി മുടക്കാൻ കോൺഗ്രസ് നീക്കം. നമസ്കാരം. ഈ ദിവസത്തെ പ്രധാന വാർത്താവിശേഷങ്ങളുമായി ജനേകം ടോപ് 10ലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ നിർധനരായ സ്ത്രീകൾക്ക് 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി മുടക്കാൻ കോൺഗ്രസ് നീക്കം. പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ആദ്യമായല്ല പ്രതിപക്ഷം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പാരവയ്ക്കുന്നത്. 2021 ഈസ്റ്റർ, വിഷു, റംസാൻ ഒന്നിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ച് അന്നത്തെ LDF സർക്കാർ കുറഞ്ഞ നിരക്കിൽ അരി നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്നലെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന വ്യവസ്ഥയില്ല. അതിനാൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിന് പോലീസിന് നിയമ തടസ്സമില്ല. കേരളത്തിൽ SIR ഫോം വിതരണം പൂർത്തിയാക്കാൻ ഇനി 5 ദിവസം മാത്രം അവശേഷിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ പരാതി പ്രവാഹം. ഫോം വിതരണത്തിന്റെയും ഡിജിറ്റലൈസേഷന്റെയും പുരോഗതി വിലയിരുത്താനാണ് കമ്മീഷൻ യോഗം വിളിച്ചത്. തദ്ദേശ വോട്ടെടുപ്പ് ദിവസം തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വാശിയെന്തെന്ന് ഇടതു പാർട്ടികൾ യോഗത്തിൽ ചോദിച്ചു. മുൻ മന്ത്രിയും തിരുവല്ല MLAയുമായ മാത്യു ടി തോമസിന്റെയും ഭാര്യയുടെയും പേര് വോട്ടർ പട്ടികയിലില്ല. 2002 വോട്ടർ പട്ടികയിലാണ് MLAയുടെയും ഭാര്യ അച്ചാമ്മ അലക്സിന്റെയും പേരില്ലാത്തത്. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനത്തിലാണ് SIR നടപ്പാക്കുന്നത്. BLO ആണ് പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന വിവരം MLA അറിയിച്ചത്. മൂന്നാർ ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സ്കൈ ഡൈനിങ് അടച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സ്ഥാപനത്തിന്റെ ഉടമ സോജൻ ജോസഫ്, നടത്തിപ്പുകാരനായ പ്രവീൺ മോഹൻ എന്നിവർക്കെതിരെ വെള്ളത്തൂവൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ദിദ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കാറ്റ് ആഞ്ഞടിക്കും. മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലും ഉണ്ടാകാനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ C ബ്ലോക്കിൽ തീപിടുത്തം. ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. ആശുപത്രിയിലെ AC പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക വിവരം. പ്രവർത്തനം നടക്കുന്ന കെട്ടിടത്തിൽ രോഗികൾ ഇല്ലാത്ത ഭാഗത്താണ് തീ പടർന്നതെങ്കിലും താഴത്തെ നിലകളിലടക്കം രോഗികൾ ഉള്ളതിനാൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ തിരുവാഭരണ കമ്മീഷണറും കേസിലെ 7ാം പ്രതിയുമായ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന SITയുടെ ആവശ്യം അംഗീകരിച്ച കോടതി 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ഭൂമി തരമാറ്റത്തിന് കൈക്കൂലി വാങ്ങിയ ഒള്ളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. 8 ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. 50,000 രൂപ കൈമാറുന്നതിനിടെയാണ് അറസ്റ്റ്. ഇന്ന് വൈകിട്ടോടെ ആയിരുന്നു സംഭവം. ദിദ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ സ്ഥിതിഗതികൾ മോശമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ. സർവകക്ഷി യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഡോക്ടർമാരുടെ ട്രേഡ് യൂണിയൻ ദിസനായകയ്ക്ക് അയച്ച കത്തിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നടപടി സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.